ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ പോകുന്നത് മസ്കറ്റിൽ നിന്ന് നിസ്വയിലേക്കാണ് പോകുന്നത്, നിസ്വ സൂക്ക് കാണാനായിട്ട്. അപ്പോൾ നാട്ടിൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ അപ്പച്ചനും അമ്മച്ചിയും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ചേച്ചിയുടെ ഫാമിലിയും ഞങ്ങളും എല്ലാവരും കൂടെ നിസ്വയിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇപ്പോൾ നിസ്വയിലേക്ക് ഇവിടെ നിന്ന് ഒരു 1.25 മണിക്കൂറോളം ഉണ്ട്, 159 കിലോമീറ്ററോളം ഉണ്ട്. അപ്പോൾ ഇപ്പോൾ ഏകദേശം നമ്മൾ പകുതിയോളമായി. അപ്പോൾ ഇനിയൊരു അരമണിക്കൂറൊക്കെ കഴിയുമ്പോഴേക്കും നമ്മളവിടെ എത്താനായിട്ടാവും. നേരത്തെ സൂക്ക് രാവിലെ പോകുന്നതാണ് ഏറ്റവും നല്ലത്. ഒരു 7:30 ആകുമ്പോഴത്തേക്കും ചെല്ലുന്നതാണ് നല്ലത്. പക്ഷെ ഞങ്ങൾ ആ ഒരു ടൈമിന് ഇറങ്ങാനായിട്ട് പ്ലാൻ ചെയ്തെങ്കിലും പിള്ളേരും എല്ലാം ഉള്ളതുകൊണ്ട് ടൈമൊക്കെ മാറി. ഇപ്പോൾ 9 മണിയായി. ഇനി ഒരു അരമണിക്കൂറോളം ഉണ്ടാവും, അത് കഴിയുമ്പോഴത്തേക്കും എത്തും. ഇപ്പോൾ ഏകദേശം പകുതിയായി. അപ്പോൾ സൂക്കിലെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ വീഡിയോയിലൂടെ നമ്മൾ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നിസ്വ സൂക്കിലെത്തി. അപ്പോൾ ഇവിടെ ആടിനെയും പശുവിനെയും ഒക്കെ ലേലം വിളിക്കുന്ന ഒരു സ്ഥലമുണ്ട്. അപ്പോൾ അത് കാണാനായിട്ടാണ് ആദ്യം നമ്മൾ പോകുന്നത്. പക്ഷെ അവിടെ ഈ ഒരു ടൈം ആകുമ്പോൾ എല്ലാം കഴിഞ്ഞിട്ടുണ്ടാവും. ഏതായാലും അതൊക്കെ നേരത്തെ വന്നാൽ മാത്രമേ നന്നായിട്ട് കാണാനായിട്ടൊക്കെ പറ്റുള്ളൂ. അത് നല്ല രസമാണ് കാണാനായിട്ട്. ഞങ്ങളിതിൽ മുൻപ് വന്നിട്ടുണ്ട്. ഒരു 6 വർഷം മുൻപ് ചേച്ചിയൊക്കെ നിസ്വയിലായിരുന്നു താമസിച്ചിരുന്നത്. അപ്പോൾ ആ ഒരു ടൈമിനൊക്കെ വന്നിട്ടുണ്ട് ഇത് ലേലം വിളിക്കുന്നതൊക്കെ കാണാനായിട്ട്. No mama. No mama. No mama. ടൈം കഴിഞ്ഞു ശരിക്കും നിറയെ ഉണ്ടാവും അല്ലേ? നിറയെ ഉണ്ടായെങ്കിൽ ഇവിടെ നല്ലതാ. നല്ലത് ഇത് ചെറുതല്ല. ഇത് ഇത് 110 റിയാല്, ഒരു 25,000 രൂപ. ചെറുതേനാണ്. അപ്പൊ നാട്ടിലുണ്ട് നല്ല റേറ്റ്. അമ്പഴി അല്ലല്ലോ, ഒരു സ്വീറ്റ് അല്ല അത്. അവിടെ ഉണ്ടോ? ഇവിടെ പഴുത്താണ്ട് ഇയാളുടെ അതൊക്കെയാണ്. അത് പക്കാർ കുന്തിരി
ഇത് അവർ വീട്ടിലുണ്ടാക്കുന്ന നെയ്യാണ്. ഇത് 2 തരം നെയ്യാണുള്ളത്. ഒന്ന് ബീഫിൻ്റെ അതുപോലെ തന്നെ മട്ടൻ്റെയും. ഇതിനൊരു നമ്മൾ സാധാരണ കടയിലൊക്കെ മേടിക്കുന്ന ഒരു ടേസ്റ്റ് അല്ല. അതിന് നല്ല ഒരു ഇതിനൊരു ജീരകത്തിൻ്റെ ഒരു ടേസ്റ്റ് നിൽക്കുന്നുണ്ട് ഇതിന്. മട്ടനുണ്ട്, പശുണ്ട്. പശുൻ്റെ അല്ലേ? പശുൻ്റെ നെയ്യ. هذا بقر صغير لا؟ صغير بقر كبير. كبير لا؟ اوكي اوكي. അവിടെയൊക്കെ പോയി. ആ Okay, please follow him. Please follow him, everybody. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. മണ്ണ് 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 പോലെ ഉണക്കലയും കൊണ്ടൊക്കെ
الله يرحم رحمة الله. ബാബാ ഇപ്പുറത്തെ കൈ പിടിച്ചോ. الله يقدر. بعين الله بصر القدس ان شاء الله. ഇനി അവർ മാറിയിട്ടൊന്നും കഴിയും. നിങ്ങൾക്ക് ബാബാ ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. ഒമാൻ്റെ എല്ലാ ഹൽവ ഷോപ്പുകളിലും ഒരുപാട് ഹൽവാസ് ഇങ്ങനെ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട് വെച്ചിട്ടുണ്ടാവും. നമുക്കതെല്ലാം കഴിച്ച് നോക്കാം. ഏതാണ് ഇഷ്ടമായി എന്ന് വെച്ചാൽ അതനുസരിച്ച് നമുക്ക് മേടിക്കാവുന്നതാണ്. അതുപോലെ തന്നെ എല്ലാത്തിനും ഇപ്പോൾ ഹേസൽനട്ട് ആയാലും സാഫ്രോൻ്റെ ആയാലും എല്ലാത്തിനും നല്ല ക്വാണ്ടിറ്റിയിൽ ഈ പറഞ്ഞ എല്ലാ സാധനങ്ങളും അതിൽ വീട്ടിൽ ആഡ് ചെയ്തിട്ടുണ്ടാവും. അതാണ് ഒരു പ്രത്യേകതയായിട്ട്. എന്ന് വെച്ചാൽ എല്ലാം ഒരു ചെറിയ ക്വാണ്ടിറ്റി ആയിട്ടല്ല, നല്ല രീതിയിൽ തന്നെ എല്ലാം ആഡ് ചെയ്യും. നമുക്കതിൻ്റെ ടേസ്റ്റ് നന്നായിട്ട് ഫീൽ ചെയ്യും. നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹൽവാസാണ് ഒമാനിലുള്ളത്. അപ്പോൾ നിസ്വാ സൂക്കിൽ നിന്ന് നമ്മളിനി നേരെ മിസ്വാക്ക് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോകുന്നത്. അവിടുത്തെ വിശേഷങ്ങളാണ് ഇനി നമ്മൾ അടുത്ത വീഡിയോയിലൂടെ കാണാനായിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ.